ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഡോണട്ടാണ്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ ഡോണട്ട് തയ്യാറാക്കിയെടുക്കാം, അപ്പം അളവും എല്ലാ മെഷർമെൻറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ബേക്കറി ഐറ്റങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യം നമുക്ക് ഈ ഒരു ഡോണട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡോണട്ട് തയ്യാറാക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്ക് നിങ്ങൾക്ക് ആ മാവൊക്കെ അളവിന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 1 കിലോയുടെ മെഷർമെൻറ്റാണ് ചേർക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഇരട്ടിയൊന്ന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2.5 ഗ്രാം അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 30 ഗ്രാം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത ഇതിലേക്ക് 25 ഗ്രാം അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബട്ടറാണ്, അത് 30 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ വെള്ളം എന്ന് പറയുന്നത് 150 ml വെള്ളമാണ് എടുക്കുന്നത്, 150 ml. ഇനി ഈ ഒരു ഡോണട്ടിൻ്റെ 1 കിലോയുടെ മെഷർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇത് വെള്ളം ചേർത്ത് ആദ്യം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ, ഇതിൽ കൂടുതൽ എടുക്കുകയൊന്നും ചെയ്യരുത്. കറക്റ്റ് 150 ml വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ച മെഷർമെൻറ്റ് എല്ലാം കൃത്യമായിട്ടുള്ള അളവാണ്. അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് എല്ലാം മനസ്സിലാവുള്ളൂ. ആദ്യം കണ്ടിട്ട് അവസാനം നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇത് കമൻറ്റായിട്ട് കേൾക്കാതെ നമ്മൾ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ, കുഴച്ച് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കേണ്ടത്. നിങ്ങൾ മെഷീനിലാണ് കുഴയ്ക്കണമെങ്കിൽ, നമ്മൾ ഹാൻഡ് ബീറ്ററിലൊക്കെ കുഴയ്ക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാൻഡ് ബീറ്ററൊക്കെ ഇല്ലാതായിപ്പോവും. നമ്മൾ സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇത് അതേപോലെ തന്നെയാണ് കൈകൊണ്ട് കുഴയ്ക്കുകയാണെങ്കിൽ അരമണിക്കൂർ കുഴച്ചെടുക്കണം. 20 മിനിറ്റെങ്കിലും നമ്മൾ കൂടിയ 20 മിനിറ്റെങ്കിലും കുഴയ്ക്കണം കേട്ടോ, അല്ലാതെ നമുക്ക് ആ ഒരു മാവ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ മാവ് നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ടൊക്കെ കുഴച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കിട്ടുള്ളൂ. കുറേ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹാൻഡ് ബീറ്ററിൽ കുഴച്ചെടുക്കണമെന്ന്. ഹാൻഡ് ബീറ്ററിൽ കുഴച്ചെടുക്കാമെങ്കിൽ 2-3 ദിവസം ആകുമ്പോൾ തന്നെ ആ ഒരു ഹാൻഡ് ബീറ്റർ ഇല്ലാതാവും കേട്ടോ. പിന്നെ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡോ കുഴച്ചെടുക്കുന്ന ആ ഒരു ബ്ലൈഡിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ കുഴച്ച് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ പഠിക്കുന്നവർ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ ഹാൻഡ് മിക്സറും അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സറൊന്നും ഇല്ലാത്തവർക്കും ചെയ്യണ്ടേ, ആ രീതിയിലാണ് ഞാൻ ഇവിടെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് മാക്സിമം 2 കൈ ഉപയോഗിച്ച് കുഴയ്ക്കട്ടെ. നമ്മൾ വലിച്ച് തേച്ച് കുഴയ്ക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു മാവ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ വിജയിലും 2 പേര് എനിക്ക് അഡ്രസ്സൊക്കെ അയച്ചായിരുന്നു. ഒരാൾ ഇതുവരെ അഡ്രസ്സ് അയച്ചില്ല. അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ അയച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ആ ഒരു സമ്മാനം നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ ഗ്ലൗസ് ഇട്ട് കുഴയ്ക്കാത്തതിൻ്റെ കാരണം നമുക്ക് ആ ഒരു പെർഫെക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഗ്ലൗസൊക്കെ ഇട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇതുപോലെ വലിച്ച് കുഴയ്ക്കണം, നല്ല രീതിയിൽ വലിച്ച് സോഫ്റ്റാക്കി കുഴയ്ക്കണം കേട്ടോ. നമ്മൾ എത്ര നേരം കുഴയ്ക്കും അത്രയും നല്ല മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ല ഗുണ്ടുമണി പോലത്തെ ആ ഒരു ഡോണട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡോണട്ടൊക്കെ തയ്യാറാക്കി ഇതുവരെ ശരിയാവാത്തൊരു ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവിയ ശേഷം ഇതുപോലെ മൂടി വയ്ക്കാം. ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ഓരോ റെസിപ്പിയും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
പിന്നെ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ 1 മണിക്കൂറായപ്പം മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് ഞാൻ അതാ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് അതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിനെ നമ്മൾ കുഴച്ച ശേഷം ഇതിനൊരു അളവുണ്ട് കേട്ടോ. നമുക്ക് എത്ര അളവാണ് വേണ്ടത്, നമ്മൾ കടയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ 70 ഗ്രാമാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു തൂക്കം എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇത്തിരി അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 70 ഗ്രാം അളവിൽ തൂക്കിയെടുക്കണം കേട്ടോ. കൃത്യമായിട്ട് തൂക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ബണ്ണൊക്കെ ഉരുട്ടിയെടുത്തില്ലേ, അതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കണം. മാവ് നല്ലതുപോലെ ഉരുട്ടിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഡോണറ്റ് തയ്യാറാക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ നല്ല ഉരുട്ടി നല്ല ഒട്ടും തന്നെ പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ലതുപോലെ ഉരുട്ടി സോഫ്റ്റാക്കി എടുക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ മാവും ഒന്ന് നല്ല പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതുപോലെ ഒരു ട്രേ എടുക്കുക. അതിലേക്ക് നല്ലതുപോലെ സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച ശേഷം വേണം നമ്മൾ ഈ ഇതുപോലെ ആ ഒരു ഡോയിനെ ഇതുപോലെ ഉരുട്ടി വയ്ക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ നല്ലതുപോലെ തേച്ച ശേഷം വേണം വയ്ക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇത്തിരി കൂടെ പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒരു 10 മിനിറ്റ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡോണട്ടൊന്നും ഒട്ടും ശരിയാവില്ല കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കണ്ടേ. അതിനുശേഷം നമുക്കിത് ഹോൾ ഇട്ടെടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഹോളിടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ നോസിൽ ഉപയോഗിച്ച് ഹോളിടാം കേട്ടോ. അപ്പോൾ ഹോളിടുമ്പോൾ നിങ്ങൾ ഒന്ന് എണ്ണയിലൊന്ന് മുക്കിയ ശേഷം ഹോളിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ഹോളിട്ടിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം ഇതിൽ വന്നില്ലെങ്കിൽ കൈ കൊണ്ട് പതുക്കെ അങ്ങ് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഹോൾ ഇടുമ്പോൾ ഇളകി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കും. അതല്ലെങ്കിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ചൊന്ന് പതുക്കെ ഒന്ന് പൊക്കിയെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഹോളിട്ട ശേഷം ആദ്യം പതുക്കെ ഒന്ന് ആ ഒരു ഡോയിനെ പതുക്കെ ഒന്ന് പൊക്കിയ ശേഷം നമുക്ക് ആ ഒരു ഡോയിൻ്റെ അകത്തുള്ള ആ ഒരു ഇത് ഇളക്കി കളയാം കേട്ടോ. പതുക്കെ ഒന്ന് ഇത്തിരി കുഴപ്പമില്ല, ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അതങ്ങ് ഇളവി വരും കേട്ടോ. അതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഏതാണോ എളുപ്പം, ഒന്ന് കൈകൊണ്ട് ഇടാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നമ്മളെ സൗകര്യം പോലെ അതങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ അധികം ഭയങ്കര തിളച്ച ചൂടിലിരിക്കാൻ പാടില്ല, ഒരു മിനിമം ചൂടിലാണ് ഇരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഡോ ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ, കണക്കിനുള്ള ചൂടിലിട്ടിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചൂട് കൂടിപ്പോയി അത് പെട്ടെന്ന് കരിയുകയും ചെയ്യും, നമ്മൾ ആ ഒരു ഡോണറ്റിൻ്റെ ഭംഗിയെ പോകും കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ ഉൾഭാഗം ഒന്നും വേവില്ല. അപ്പോൾ ഇതുപോലെ തീ കുറച്ച് വെച്ച് ആ എണ്ണയൊക്കെ കണക്കിന് ചൂടാക്കി എടുത്തിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബ് വഴിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ഒരു പൈസ ചിലവോ ഒന്നുമില്ല, നിങ്ങൾക്കിത് കണ്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഡോണട്ടൊക്കെ ചെയ്തിട്ട് ഒട്ടും ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സെയിലൊക്കെ ചെയ്യണമെങ്കിൽ 40 രൂപ 50 രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ കടയിലൊക്കെ കൊടുക്കണമെങ്കിൽ 30 രൂപ 35 രൂപ ഒക്കെ കൊടുക്കാം. നമ്മൾ അല്ലാതെ നമ്മൾ കേക്കിൻ്റെ കൂടെയൊക്കെ സെയിൽ ചെയ്യുമല്ലോ, അതിനൊക്കെ 40 രൂപ 45 രൂപ ഒക്കെ വാങ്ങിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഡോണട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പറയുന്ന അതേ അളവിലും ആ സമയമൊക്കെ കൃത്യമായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഗുണ്ടുമണി ഡോണട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പൊങ്ങി നല്ല പഞ്ഞി പോലത്തെ ഡോണട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം കരിയൊന്നും ചെയ്യില്ല കേട്ടോ, എന്നാൽ ഒട്ടും തന്നെ ഭംഗിയൊന്നും കാണില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ ഒരു ഡോണട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നല്ലതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് ബേക്കിങ്ങിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും കേൾക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ 3 ഡോണട്ട് ഒന്ന് ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് വൈറ്റും അല്ല ബ്ലാക്കും അല്ല, സ്ട്രോബെറിയുടെ ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കാരണം മക്കൾക്ക് ഇവിടെ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. ആ ഒരു ചോക്ലേറ്റിലൊന്ന് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്.
അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും നമ്മളിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റൊക്കെ ചേർക്കുന്നേക്കാൾ ഇതൊരു കളറാകുമ്പോൾ നല്ല ഭംഗി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല അലങ്കാരത്തിന് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഷുഗർ ബോൾസൊക്കെ ഇട്ട് നമുക്ക് പല കളറിലുള്ള ഷുഗർ ബോൾസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സ്പ്രിങ്കിൾസ് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ ഒരു ഡോണറ്റ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാനവിടെ ഈ ഒരു ഡോണറ്റ് ഇങ്ങനെയാണ് തയ്യാറാക്കിയത്. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന ഡോണറ്റിൽ കുറച്ച് പഞ്ചസാര പൊടി ഒന്ന് അരിപ്പ വെച്ച് അരിച്ച് അതിൻ്റെ മുകളിലിടുകയാണ് കേട്ടോ. മധുരം ഒന്ന് കൂടുതലിവിടെ അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ആദ്യത്തെ ഡോണറ്റ് നല്ലതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 50 രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ കുറച്ചിരുന്ന ഡോണറ്റിലേക്ക് കുറച്ച് പഞ്ചസാരപ്പൊടി അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡോണറ്റാണ്. ഇതൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കുക കേട്ടോ. നമുക്ക് ഒരു കട നടത്തിയാലും അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷനിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല റേറ്റും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 തരത്തിലുള്ള ഡോണറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കണ്ടേ, ഞാൻ ചെയ്ത ഡോണറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ നോക്കിക്കോളൂ, നല്ല പഞ്ഞി പോലത്തെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പെർഫെക്റ്റ്. നമ്മൾ അതിൽ ആ കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു കളറൊക്കെ വെള്ള കളറല്ലാതെ നല്ലൊരു യെല്ലോ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനും കഴിക്കാനും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡോണറ്റ് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഡോണറ്റ് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.